സിനിമകള് കാണാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്ക് കാണാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര യാത്രയായതുകൊണ്ട് ഒട്ടും നടക്കുന്നു. ഇഷ്ടപ്പെട്ട റീസെന്റ് കണ്ട സിനിമയോ അങ്ങനെ എന്തെങ്കിലും? ചില ഫിലിംസ് വളരെ നമുക്ക് സ്ട്രെയിൻ തരുന്ന ഫിലിമാണ്. നമുക്ക് നല്ലൊരു മൂഡിന് വേണ്ടി പോയിട്ട് അങ്ങനെയുള്ള സിനിമകൾ ഒഴിവാക്കോ സ്ട്രെയിൻ തരുന്നത്? ഒഴിവാക്കും. കാരണം ആവശ്യത്തിന് സ്ട്രെയിൻ ഉണ്ട്. കാരണം വയലൻസിന്റെ ഒരു ഇറയായിട്ട് അങ്ങ് മാറുക, അത് എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വയലൻസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും വയലൻസ് എങ്ങനെ കാണിക്കും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് അൺബിലീവബിൾ ആണ്. ചില സിനിമകൾ കണ്ട് എനിക്കത് ഒരു ഡിസ്ബിലീഫായി പോയി, അങ്ങനെ ഒരു ഫിലിം എടുത്തല്ലോ എന്നത്. കോൺഗ്രസിലാണെങ്കിൽ ഇപ്പം യുവാക്കളായിട്ടുള്ള ഒരു ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല. ഇപ്പൊ പ്രതിപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിലോ പ്രതിപക്ഷത്തിലുള്ള നേതാക്കളുമായിട്ടുള്ള ഒരു ഞങ്ങൾ ഒരുമിച്ചല്ലേ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയല്ലോ. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ശൈലാന്ന് തോന്നുന്നു. പിണറായി വിജയനെ കുറിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചാണ്ടി ഉമ്മൻ MLA സംസാരിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഞാനൊന്നും കുറച്ച് കൂടുതലായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു വളരെ ഒരു വിഷമത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ചെറിയ ജസ്റ്റർ പോലും വലിയ ഇമ്പാക്റ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട്. അപ്പം ഞാനത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊന്നും അത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യം. വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് സിയുമായിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിലെടുത്ത നിലപാട് വളരെ മാന്യതയുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇപ്പോൾ അവസാന നാളുകളിൽ ചാണ്ടിമൻ്റെ അടുത്ത് പറഞ്ഞത് നിമിഷപ്രിയയുടെ കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറച്ച് വിവാദങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കറന്റ് ആ വിഷയത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? അല്ല, എന്താ വിവാദം എനിക്കറിയില്ല. കാരണം അതിനകത്തൊരു വിവാദത്തിന് സ്കോപ്പില്ലല്ലോ. ഇല്ല 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 നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ആ കുട്ടിയെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇവിടെ ഒരുമിച്ച് ഒരു ശ്രമം നടക്കുകയാണ് എല്ലാവരും ചേർന്ന്. അതിനകത്ത് വിവാദത്തിന് സ്കോപ്പില്ല. എല്ലാത്തിനും വിവാദം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് വിവാദം അതിനകത്തുള്ളത്? എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്, ഇതിനകത്ത് ഉൾപ്പെട്ട എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. എല്ലാവരും നമ്മൾ മാനിക്കുന്നു, എല്ലാവരും നമ്മൾ ആദരിക്കുന്നു. ആ ഒരു വിഷയത്തോട് അപ്പയ്ക്ക് ഒരു ഇമോഷണൽ അടുപ്പം ഉണ്ടാവാനുള്ള കാരണം എന്താ? അതെനിക്കറിയില്ല, അദ്ദേഹത്തിന് മാത്രമല്ല അറിയുള്ളൂ. അദ്ദേഹം എപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു അത്ഭുതമായിരുന്നു എനിക്കും അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ അഡ്വൈസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ അപ്പം എപ്പോഴെങ്കിലും? വളരെ ചുരുക്കം മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. ആ ചുരുക്കം സംസാരിക്കുന്നതിൽ അദ്ദേഹം അങ്ങനെ തന്നെ നീക്കുമായിരുന്നു. ഈ കോളേജിലെ പൊളിറ്റിക്സ് ഒക്കെ ഇപ്പോൾ NSU കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ 2004 ഡൽഹിയിൽ പോയത്. പക്ഷെ ഞാനിവിടെ 2000 തൊട്ട് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ പ്രചരണം തുടങ്ങിയായിരുന്നു. ഇതെൻ്റെ 25ാം വർഷമാണ്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ അവസരം കിട്ടി അവിടെയൊക്കെ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഡൽഹി ആണെങ്കിൽ ശരി, അത് 2008 ഡൽഹി ഇലക്ഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 വരെ കേരളത്തിലാണ് പ്രവർത്തിച്ചത്. 2019 തൊട്ട് ഇന്ത്യയിലോട്ടൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യും. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ അഭിപ്രായം അല്ലാതെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടായിട്ടും പാർട്ടിക്കൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ടോ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെയൊക്കെ പല സാഹചര്യം കാണുമല്ലോ. അത് ഞാനും പാർട്ടിയായിട്ടുള്ള കാര്യമില്ല. 2 വർഷം ആവാൻ പോകുന്നു MLA ആയിട്ട്. ഇതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു മൊമെന്റ് പറയാൻ പറ്റിയ ഈ 2 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ടർഫ് ഞാൻ തുടങ്ങി, അത് പൂർത്തീകരിച്ചു, ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ഇനിയും ടർഫിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നി ഇന്നലെയാണ്. ഞാൻ ദുബായി പോയപ്പോൾ ഒരു എഗ്രിമെന്റ്, ആ ഒരു ഈ സ്പോർട്സിന്റെ ഹബിലേക്ക് കേരളത്തെ വളർത്തുവാൻ വേണ്ടി, പുതുപ്പള്ളിയെ വളർത്തുവാൻ വേണ്ടി ഉള്ളൊരു തീരുമാനം ഇന്നലെ ഉണ്ടായി. അത് ഞാൻ പറയും, 7 acres ഓഫ് ലാൻഡിൽ ഇവിടെ സ്പോർട്സിന്റെ വലിയൊരു ഹബ്ബ് വരിക. അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീടുകൾ, അത് പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അത് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഈ വീടുകളുടെ കേസ് പറഞ്ഞപ്പോഴേ അത് ഉമ്മൻചാണ്ടി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇന്റർമീഡിയറ്റ് കണ്ടുപിടിച്ച് സ്പോൺസറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ടറിന് കൊടുക്കുന്നു, എന്നിട്ട് അവർ ചെയ്യുന്നു. ഞാൻ ഇൻവോൾവ് വളരെ ടെക്നിക്കലി മാത്രമേ ഞാൻ ഇൻവോൾവ് ആകുന്നു. ഏകദേശം എത്രത്തോളം വീടുകൾ? നമ്മൾ 12 വീട് രാഹുൽജി വന്നപ്പോൾ കൊടുത്തിരുന്നു. 11 വീട് രാഹുൽജി, 1 വീട് PKC വേണമെങ്കിൽ കൊടുത്തിരുന്നു. ബാക്കി 38 വീടാണ് നമുക്ക് തീർക്കാൻ പറ്റും. പുതുപ്പള്ളി മണ്ഡലത്തിൽ? അതെ, പുതുപ്പള്ളി മണ്ഡലത്തിൽ കേരളത്തിലോട്ട് 1 വീട് കന്യാകുമാരി. ഓക്കെ, ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പേരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ, എപ്പോഴെങ്കിലും അപ്പേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊടി വരാറില്ല. ഇല്ല, അങ്ങനെ വിളിപ്പിക്കേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരു അമ്മയെ വരത്തുള്ളൂ, എന്ത് തോന്നാലും അമ്മയേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു പേരന്റ് എന്ന നിലയ്ക്ക് എവിടെയും പുള്ളി? അവസാനം കോളേജ് സമയത്ത് ഞാൻ പിടിച്ചോണ്ട് പോയാ? ഞാൻ കോളേജിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ സെന്റ് സ്റ്റീവൻസിന് വേണ്ടി പോയപ്പോൾ അന്ന് ഞാൻ എൻ്റെ റൂം കാണിക്കാൻ കൊണ്ടുപോയി. വന്നുകൂടെ? വന്നു. ഈ ഫാദറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ ശരിക്കും? ജനസമ്പർക്കം തന്നെ.
50 വർഷക്കാലം ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജനസമ്പർക്കം. അതിനൊരു പേരിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? പേരിന് ആവശ്യമില്ല. ജനസമ്പർക്കം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുമായി സദാസമയം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അപ്പോൾ അത് തുടരാൻ ഉള്ള ഡ്യൂട്ടിയാണ് എനിക്ക്. ഞാനിവിടെ ഉള്ള ദിവസം എല്ലാ ആൾക്കാരെ കാണും. ഞായറാഴ്ച എന്നൊരു ദിവസമല്ല, ഉള്ള എല്ലാ ദിവസവും ആളെ കാണുന്നതാണ് എൻ്റെ പോളിസി. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അവധി എടുക്കണം എന്നൊക്കെ തോന്നൂലേ? അദ്ദേഹം ഒരു അവധി എടുത്തിരുന്നില്ല. എൻ്റെ അടുത്ത് ഒരു പ്രശസ്ത കവിത്രി എന്ന് പറയുന്നത്, മോനെ അത് അപ്പയ്ക്ക് പറ്റും, മോനെ അങ്ങനെ ചെയ്യരുത് എന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവധി എടുക്കുന്ന ഒരു പ്രാക്ടിക്കലല്ല. എവിടെ ചെന്നാലും അപ്പയുടെ ഓർമ്മകളുള്ള സ്ഥലങ്ങൾ, അത് എല്ലാവരും അപ്പയെ കാണുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളനുസരിച്ച് എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. ഈ പാട്ടുകൾ കേൾക്കാറുണ്ടോ? യൂട്യൂബിൽ എനിക്കൊരു സോങ് ഇതുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ പ്ലേ ചെയ്യും. അതിനകത്ത് റിലീജിയസ് സോങ്സ് ഉണ്ട്, ഫിലിം സോങ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാദറുമായി ബന്ധപ്പെട്ട 2-3 സോങ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കേൾക്കും. ഇപ്പോൾ റീസെന്റ് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏറമ്മല് ഉയർന്നു വന്ന് പറഞ്ഞ സോങ് അല്ലേ? പാട്ട് പാടുമോ? അത് എനിക്ക് അങ്ങനെ വേർഡ്സ് അറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് 2 വരി നമുക്ക് വേണ്ടി. ഞാനൊരു പാട്ട് എപ്പോഴും പാടുന്നുള്ളൂ. അത് മിക്കവാറും വെണ്ണില ചന്ദനക്കിണ്ണമാണ്. അത് വേണോ അതോ അമ്പലപ്പുഴ വേണോ? അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. ആളുകൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യാൻ ഒരു മടിയില്ല അല്ലേ? പല ചോദിച്ചു ഞാൻ തന്നില്ലല്ലോ മറുപടി. അല്ല, പാട്ട് പാടുന്ന പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ ഒരിക്കലും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമല്ല. ഞാനൊരു സാധാരണക്കാരൻ, അതുകൊണ്ടാണ്. നമ്മൾ വരുന്ന സമയത്തും കുറച്ച് പുറത്ത് വരുമായിരുന്നു, ഗിഫ്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ആളുകൾ വരുന്നു. ഇവരോടൊക്കെ മുഖം കറുപ്പിക്കാതെ സംസാരിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? ഈ വരുന്നവർ ഒത്തിരി സ്നേഹത്തോടാണ് വരുന്നത്. അവരോട് മറുത്തു പറയുമ്പോൾ ഉള്ള പ്രശ്നം എനിക്കുണ്ട്, അവർക്കും ഉണ്ട്. 2, ഈ വരുന്നവരെന്റെ ബോസാ. ഞാൻ അവരുടെ മോശമായിട്ട് പെരുമാറിയാൽ എൻ്റെ ജോലി തെറിക്കും. നമ്മുടെ റിയൽ ഹീറോസ് അവരാണ്, ഞാനല്ല ഹീറോ. വരുന്ന വ്യക്തിയാണ് ഹീറോ എന്നുള്ള മനസ്സിൽ ബോധ്യമുണ്ടാവണം. അതാണ് എൻ്റെ ബോധ്യം. ഈ ബോക്സിംഗ് പഞ്ചിങ് പഠിക്കുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ കൊള്ളാന്നുണ്ട്. അത് ആ ഒരു പേടിയോടെ എനിക്ക് മനസ്സിലായി. അത് എനിക്കിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലായി. നമ്മൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. അല്ലെ ഞാൻ എടുക്കും അത്. ഈ മാധ്യമങ്ങളോടുള്ള അപ്രോച്ച് എന്താണ്? പാപ്പരാസികളെ കൂടാതെ ഞാൻ ചോദിക്കാം, പാപ്പരാസികൾ വേറെ? പാപ്പരാസി പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് ഞാൻ പല ഇന്റർവ്യൂ റെഫറൻസ് എടുത്തപ്പോഴേ പാപ്പരാസികളെ കുറിച്ച് ചാണ്ടി MLA പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ കാരണം. പാപ്പരാസികളിലേക്ക് ഞാൻ പിന്നെ വരാം. പാപ്പരാസി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ പേടിക്കുന്നത്. എനിക്ക് പേടിയില്ല. അല്ല, ഇപ്പൊ പൊതുവെ അപ്പേ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ മാധ്യമങ്ങളോടുള്ള അപ്രോച്ചിൽ അത് എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ശരിക്കും? വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഒരു കൗണ്ടർ പോലെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതെ, അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയൊരു കൗണ്ടർ പോലെ ഞാൻ പറയുന്നതിന് കാരണം അന്ന് അദ്ദേഹത്തെ ഡീൽ ചെയ്ത് എൻ്റെ മനസ്സിനെയും എൻ്റെ ലൈഫിനെയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കൗണ്ടർ പോലെ അതിനകത്ത് തരുന്നത്. അപ്പോൾ ഒരാൾ ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് കൗണ്ടറായിട്ട് ചെയ്യാൻ വരുന്നത്. മനസ്സിലായി. ഈ IAS ആകാൻ ആഗ്രഹിച്ച ചാണ്ടി ഉമ്മനെ പിന്നീട് ആ ട്രാക്ക് വിടാൻ എന്താ കാരണം? ഞാനൊരിക്കലും IAS കാരനാവുന്ന എൻ്റെ ആഗ്രഹം അത് അല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരുന്നു. സ്കൂളിലും കോളേജിലും എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലും ഒക്കെ രാഷ്ട്രീയം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം എൻ്റെ ഇന്ത്യയെ പറ്റി പഠിക്കുവാൻ, ഇന്റർനാഷണൽ അഫയേഴ്സ് പഠിക്കുവാൻ ഒരു വെന്യൂ കൂടിയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള വെന്യൂ കൂടിയായിട്ടാണ് ഞാൻ കണ്ടത്. അതിനകത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇഫ് യു ട്രൈ ചെയ്യണം, വിൻ ചെയ്താൽ ലീഡ് ചെയ്യാം, പരാജയപ്പെട്ടാൽ ഗൈഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് അതൊരു ലോസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ സിവിൽ സർവീസ് പഠിച്ചത് ഒരു ഗെയിനാണ്. കാരണം എനിക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ അത് ആവണം എന്ന് നിർബന്ധമില്ല, ആയിരുന്നേ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്നുള്ളൊരു ആശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും. എന്നെ വേദനിപ്പിക്കുന്ന എന്തായിരിക്കും ഏറ്റവും കൂടുതൽ? നമുക്കൊരു എന്താ പറയുക, ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് മാറുന്നതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വേദന. 2026 ഇലക്ഷൻ വരാൻ പോവാണ്. എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ UDF അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എന്തൊക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി വേണ്ടതൊക്കെ ചെയ്യുന്നു. നാളെ തൊട്ട് ഗ്രഹ സന്ദർശനങ്ങൾ നടക്കുന്നു വിവിധ ഭാഗങ്ങളിൽ. അങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട്.
ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം വയ്യാന്നൊക്കെ പറഞ്ഞു, തലവേദനയാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കടുത്ത പനിയുടെ ഒരു ലക്ഷണമായിരുന്നു. പക്ഷെ എന്താണെന്നറിയാം, നിങ്ങളുടെ ചാനൽ ഒരു മിറക്കിൾ നടത്തിയിട്ട് പോവുക. ഇതേ ഊർജ്ജസ്വലനായിട്ട് ഇതേപോലെ വർഷങ്ങളോളം നിലനിൽക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.